സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്തേ ശ്രീ വിജി തമ്പി. ഈ സർക്കാരിനെ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ തന്ത്രിയിലേക്കുള്ള അറസ്റ്റ്, ഒരു റിപ്പോർട്ടിലും പരാമർശിക്കാത്ത തന്ത്രിയെ ഒരു മിന്നൽ നീക്കത്തിലൂടെ വളരെ പെട്ടെന്ന് SIT അറസ്റ്റ് ചെയ്യുന്നു. അതിന് പിന്നിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് നമുക്ക് 2019 പോയാൽ അവിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തന്ത്രി മുഖ്യമന്ത്രിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അവിടെ ശുദ്ധികലശം നടത്തുന്നു. അന്നേ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ സുപ്രീം കോടതി വിധി അംഗീകരിച്ചില്ല എങ്കിൽ ഈ തന്ത്രിയെ പുറത്താക്കും. മാത്രമല്ല, ഈ പത്തനംതിട്ടയിൽ CPM നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും ഇദ്ദേഹം ഈ തന്ത്രിക്കെതിരായ ഒരു പരാമർശം നടത്തുന്നു. മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിടുന്ന താക്കോൽ വലിയ അധികാര സ്ഥാനമാണെന്ന് തന്ത്രിമാർ ധരിക്കരുത്. അങ്ങനെ ഈ തന്ത്രിക്കെതിരെ അന്ന് മുതലേ പിണറായി വിജയന്റെ ഒരു ആനപ്പക അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണം വഴിതിരിച്ചു വിടാൻ കൂടി വേണ്ടിയാണോ തന്ത്രിക്ക് മേൽ ഇതെല്ലാം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് വിജി തമ്പി? സ്വാമി ശരണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കിപ്പോ ആ രീതിയിൽ സംശയിക്കേണ്ടി വരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇന്നലെ തന്നെ ഇപ്പോ അദ്ദേഹത്തിന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. വളരെ എന്താ പറയുക, നിർണായകമായ നാടകീയമായ ഒരു നീക്കത്തിലൂടെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ആ സ്വർണം വിറ്റ പൈസ അദ്ദേഹം എടുത്തെന്നോ, അല്ലെങ്കിൽ സ്വർണം ഇളക്കിക്കൊണ്ട് പോയ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താ, അദ്ദേഹം അനുജ്ഞ വാങ്ങിയില്ലെന്നോ അല്ലെ അനുജ്ഞ വാങ്ങിയെന്നോ, വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിലുള്ള അധികാരം എന്താ, ആചാരപരമായ അധികാരം മാത്രമേ ഉള്ളൂ തന്ത്രിക്ക്. ആ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ, പൂജാവിധികൾ കൃത്യമാണോ, അവിടുത്തെ നേദ്യങ്ങളും കാര്യങ്ങളും എല്ലാം കറക്റ്റാണോ, അവിടുത്തെ ഉത്സവാദി കർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് തന്ത്രി നോക്കേണ്ടത്. അവിടുത്തെ ഔദ്യോഗിക കാര്യങ്ങൾ, അതായത് അവിടുത്തെ മറ്റ് കാര്യങ്ങളെല്ലാം ശ്രീ വിജി തമ്പി മടങ്ങിയെത്താം.